ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി തന്റെ വീടും പരിസരവും എല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. പൂക്കളും ചെടികളും വെച്ച് പിടിപ്പിച്ച് തന്റെ വീടും പരിസരവും എപ്പോഴും ഭംഗിയായി സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ പക്ഷികളെയും ചെടികളെയും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന മുത്തശ്ശി മുറ്റത്തും മരക്കൊമ്പുകളിലും വന്നിരുന്ന കാക്കകളുമായി നിരന്തരം വഴക്കടിച്ചിരുന്നു. ഈ കാക്കകളെ കൊണ്ട് തോറ്റു. എപ്പോ നോക്കിയാലും ഉണ്ടാവും ശല്യം. പോകാക്കേ പോ. മുത്തശ്ശി എന്തിനാ ഈ പാവം കാക്കകളെ ആട്ടി ഓടിക്കുന്നത്? കാക്കയ്ക്ക് ഭംഗിയില്ലാത്തത് കൊണ്ടാവാം. ആരെയും വില കുറച്ച് കാണുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ ഇരിക്കെ മുത്തശ്ശി വയ്യാതെ കിടപ്പിലായി. മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന മുത്തശ്ശി ജനാലയിലൂടെ തന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഇലകളും കമ്പുകളും കണ്ട് വിഷമിച്ചു. അയ്യോ, എന്റെ വീടും പരിസരവും എല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. എന്താ ചെയ്യ? ഇനിയിപ്പൊ അസുഖമൊക്കെ മാറിയിട്ട് ഒക്കെ വൃത്തിയാക്കാം. ഒരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ പതിവ് പോലെ വന്നിറങ്ങിയ കാക്കകൾക്ക് മുത്തശ്ശിയുടെ വീടും പരിസരവും പതിവില്ലാതെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കണ്ടപ്പോ എന്തോ സംശയം തോന്നി. മുത്തശ്ശി ഇവിടെ ഇല്ലേ? വീടും പരിസരവുമെല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ. അത് ശരിയാണല്ലോ. എപ്പോഴും ഇവിടം വൃത്തിയായി സൂക്ഷിക്കുന്ന മുത്തശ്ശിയല്ലേ? മുത്തശ്ശിക്ക് ഇതെന്തു പറ്റി? ഇനി വയ്യാതെയോ മറ്റോ ആയോ? മുത്തശ്ശി എവിടേക്കെങ്കിലും പോയോ? എന്നാ പിന്നെ നമുക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കിയാലോ? അത് വേണോ? നമ്മൾ അത് ചെയ്താൽ മുത്തശ്ശിക്ക് ഇഷ്ടമാകുമോ? നമ്മളെ എപ്പോഴും വഴക്ക് പറയാറുള്ളതല്ലേ. അത് മുത്തശ്ശി മറ്റൊന്നും വിചാരിച്ച് പറയുന്നതാവില്ല. വാ കൂട്ടുകാരെ, നമുക്കിത് ചെയ്യാം. മുത്തശ്ശിക്ക് സന്തോഷമാവട്ടെ. ഇവന്മാർക്ക് കിട്ടിയതൊന്നും പോരെ. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എന്നും വരക്ക് വാങ്ങി കൂട്ടിയാലേ സമാധാനം ആവൂ. പക്ഷേ അവർ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? നല്ലതൊക്കെ തന്നെ. എന്തിനും ഏതിനും ഇവരെ വരക്ക് പറയുന്ന മുത്തശ്ശിക്ക് ഇഷ്ടമാവുമോ? ശരിയാ, നമുക്ക് നോക്കാം. കാക്കകൾ തന്റെ മുറ്റം വൃത്തിയാക്കുന്ന കാഴ്ച ജനാലയിലൂടെ കാണുന്ന മുത്തശ്ശിക്ക് കാക്കകളെ വഴക്കു പറഞ്ഞതിൽ വല്ലാത്ത വിഷമം തോന്നി. എന്റെ ഈശ്വരാ, ഈ പാവങ്ങളെയാണല്ലോ ഇത്രയും കാലം ഞാൻ ആട്ടി ഓടിച്ചത്. കലപില കൂട്ടി കുരുത്തക്കേട് കാണിക്കുന്ന ഈ കാക്കക്കൂട്ടത്തിന് ഇത്ര നല്ല മനസ്സുണ്ടായിരുന്നോ? ഏയ് മക്കളെ, പോകല്ലേ പോകല്ലേ, പേടിക്കണ്ടാട്ടോ. ഇനി ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇത് കണ്ടോ, നെയ്യപ്പോ ഇത് നിങ്ങൾക്കുള്ളതാ.
വാ, വന്ന് വയറ് നിറയെ കഴിച്ചോ. വാ മക്കളെ, വാ, വന്ന് കഴിച്ചോ. സന്തോഷത്തോടെ മുത്തശ്ശി ഇലയിൽ വിളമ്പിയ നല്ല സ്വാദുള്ള നെയ്യപ്പങ്ങൾ കഴിക്കാൻ കാക്കകൾ കലപില ശബ്ദമുണ്ടാക്കി മുറ്റത്തേക്ക് പറന്നിറങ്ങി. അങ്ങനെ അന്നു മുതൽ മുത്തശ്ശിയും കാക്കകളുമായി വലിയ ചങ്ങാത്തത്തിലായി.